കൊച്ചിക്കാർക്ക് ഇനി വരും ദിവസങ്ങളിൽ വിസ്മയങ്ങളുടെ നാളുകളാണ്. നാഗമ്പടം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അനിമൽ കിങ്ഡം 2.0 എക്സിബിഷന് തുടക്കമായി. അപൂർവ ജീവികളെ അടുത്തറിയാനും അവയോടുള്ള ഭയം മാറ്റാനും വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു വിശേഷപ്പെട്ട അതിഥിയുടെ അടുത്താണ്. അപ്പൊ ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. എന്റെ പേരെന്താ? പാമ്പിന്റെ പേര് ആഫ്രിക്കൻ ബോൾ പൈത്തൺ. ഓക്കെ, നിങ്ങളുടെ പേര്? എന്റെ പേര് ജോബി, വയനാട്. വയനാട്, ഓക്കെ. അവിടെ നിന്നാണോ വരുന്നത്? അല്ല, ഞാൻ വയനാടാണ്. ഇത് ഞങ്ങൾ തിരുവല്ലയാണ് സാധനങ്ങൾ നമ്മുടെ. ഇല്ല, പാമ്പുകളിൽ വിഷമില്ലാത്ത പാമ്പാണ് ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്ന് പറയും. വിഷമില്ലാത്തതാണ്, പല്ലുണ്ട്, വിഷപ്പല്ലില്ല. നമുക്ക് വരുന്നവർക്ക് എക്സിബിഷന് വരുന്നവർക്ക് പേടി മാറ്റുകയും ഒക്കെ ചെയ്യാം. അവർ സെൽഫിക്ക് കൊടുക്കാം, കയ്യിൽ വെക്കാം, പേടി മാറ്റാം, അങ്ങനെയൊക്കെ. മാഡം ജസ്റ്റ് തൊട്ട് നോക്കുന്നോ? എങ്ങനെ എക്സ്പീരിയൻസ് കൊള്ളാല്ലേ? കിട്ടേ ഇത്രയേ ഉള്ള സാധനം. ഇതാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, ആരും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. കടിക്കത്തില്ല. നമ്മൾ ബാബാ സുരേഷിന് ഡയറക്റ്റ് കൊണ്ടിരുന്ന സാധനമാണ്. അപ്പൊ ഇത് പുള്ളിയാണ് ഇത് നോക്കുന്നത്. എല്ലാം നമ്മളിവിടെ കൊണ്ടുവന്നേക്കണ എല്ലാത്തിനും വിഷമില്ലാത്തതാണ്. ഞാൻ 6 മാസത്തെ മൊത്തം നോക്കുന്ന കാര്യങ്ങളാണ്. കോട്ടയം നഗരത്തെ ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ട് അനിമൽ കിങ്ഡം സീസൺ 2 നാഗമ്പടം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. പ്രകൃതിയിലെ അത്ഭുത ജീവികളെ കൂട്ടിനുള്ളിലല്ലാതെ വളരെ അടുത്തു കാണാൻ സാധിക്കുക എന്ന അപൂർവ അവസരമാണ് ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. വിവിധ ഇനം വിദേശ പക്ഷികളുടെ വൻ ശേഖരമാണ് ഇവിടെയുള്ളത്. പക്ഷികളെ കയ്യിലെടുക്കാനും അവയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാനും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ എക്സിബിഷനിലെ പ്രധാന താരം മറ്റാരുമല്ല. കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ഇഗ്വാനയാണ് ഈ പ്രദർശനത്തിലെ പ്രധാന കൗതുകം. ഒരു ഡ്രാഗനെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള ഈ ജീവിയെ കാണാൻ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവയ്ക്ക് പുറമെ വിഷമുള്ളതും ഇല്ലാത്തതുമായ വിവിധ ഇനം പാമ്പുകളും ഇവിടെയുണ്ട്. ജീവികളെ വെറുതെ കണ്ടുപോവുക മാത്രമല്ല, അവയെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയം മാറ്റാനും പ്രകൃതിയെ സ്നേഹിക്കാനും ഈ പ്രദർശനം സഹായിക്കുമെന്നാണ് സന്ദർശകർ പറയുന്നത്. വന്യജീവികളെ തൊട്ടറിഞ്ഞ് ഒരു ലൈവ് ക്ലാസ് അനുഭവം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂലൈ 26 വരെ നാഗമ്പടം സ്റ്റേഡിയത്തിലേക്ക് വരാം. എന്നോടാ കളി. എത്ര തവണ ഞാൻ ഇതുപോലെ ജയിൽ ചാടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പോലീസുകാരൻ ഉണരും മുമ്പ് ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. എവിടുന്ന് വരുന്നേ? ഞങ്ങള് കോപ്പിലപ്പടി മണിമല ആണ്. ഇവിടെ എന്താ കൂടുതൽ ഇഷ്ടമായി? ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാവിനെ ഫുള്ള് കണ്ടോ? ഇത് ഇല്ല, ഇപ്പൊ കറങ്ങി തന്നെ ഉള്ളു. ഹായ്, പേരെന്താ? ലിയാൻ. ഇഷ്ടപ്പെട്ടോ ഇവിടൊക്കെ? എന്തിനാ കൂടുതൽ ഇഷ്ടായേ? പട്ടീനെ. അതിനെ മാത്രമേ ഇഷ്ടമായുള്ളൂ? അവിടെ ഹലോ പറഞ്ഞോ? വേറെന്തിനാ ഇഷ്ടായേ? തത്തേനെയോ? ഓക്കെ, താങ്ക് യു. ഹായ്, എവിടുന്നാ വരുന്നേ? ഞങ്ങൾ കോട്ടയത്ത് തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണോ? കുറെ നേരമായോ വന്നിട്ട്? ഫുള്ളായിട്ട് കണ്ടോ? ഇല്ല, തുടങ്ങിയത്. ഓക്കെ, മീൻസ് ഇതുവരെ കണ്ടതിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ എന്താ? കുറെ എക്സോട്ടിക് ആയിട്ടുള്ള റാബിറ്റ്സ് അങ്ങനെ കണ്ടു. പിന്നെ പട്ടിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര കമ്പനി. ചിലതൊക്കെ നമുക്ക് തൊടാൻ പറ്റും, ഒന്നും ചെയ്യത്തൊന്നുമില്ല. അതെ, ഇതുപോലെ ഡോഗ്സിനെയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറെ കിളികൾ, പലതരം കിളികളെയൊക്കെ കണ്ടു. കുറെ നമ്മൾ കാണാത്ത ടൈപ്പുള്ള കുറെ പീജിയൻസും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടായിരുന്നു. ഡോഗ്സ് ആണ്, ഡോഗ് ലവർ ആണ്. ഇപ്പോൾ കൂടുതൽ എക്സൈറ്റഡ് ഡോഗ്സിനെ കാണാനായിട്ടായിരുന്നു. പക്ഷെ എന്നാലും കുറെ ബേർഡ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇവിടെ 2 കപ്പിൾസ് ഉണ്ട്. വന്നപ്പോൾ മുതൽ 2 പേര് അടുത്തടുത്താണ് ഇരിക്കുന്നത്. മാത്രമല്ല, മറ്റാളെ തൊടാൻ നോക്കുമ്പോൾ ആൾ ഉപദ്രവകാരിയാവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒരു സംശയമുണ്ട്. കണ്ടോ? കണ്ടാൽ ആമസോൺ കാടുകളിൽ കാണപ്പെടുന്ന ജാഗ്വാറിനെ പോലെയൊക്കെ ഉണ്ടെങ്കിൽ ആളൊരു ഭാവമാണ്. ആള് കുറച്ച് സീരിയസ് ഒക്കെ ആണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ ഉണങ്ങാനും മതിയായിരിക്കാം. ഹലോ.
വെറൈറ്റി ഐറ്റംസ് പ്രാവുകളാണുള്ളത്. ഒരുപാട് നമുക്ക് ആശ്ചര്യം തോന്നുന്ന രീതിയിലുള്ള പ്രാവുകളൊക്കെയാണുള്ളത്. നെക്ക് ഷേക്കർ, അതേപോലെ തന്നെ ബ്യൂട്ടി ഹോമർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാരാ? എവിടത്തുകാരനാ? വിദേശിയാണ്. വിഷമുള്ളതാണോ? അല്ല, അങ്ങനെയല്ല. അതായത് പൊതുവേ ഇതിന്റെ സ്വഭാവത്തില് അങ്ങനൊന്നുമല്ല. നമ്മളിപ്പോ വിഷമുള്ള സാധനമാണ് നമ്മൾ ആരെ പുറത്തിങ്ങനെ ഇടത്തില്ലല്ലോ. ഫ്രണ്ട്ലിയാണ്. ആർക്കും എങ്ങനെയാണെങ്കിലും ഫോട്ടോ എടുക്കാം, കൈ കൊണ്ട് നടക്കാം. അതന്നെ കണ്ടില്ലേ? ഇത് നല്ല തണുപ്പുണ്ട്. ഇപ്പൊ ഒരു പേടിയുണ്ട്. മതി. അപ്പൊ എല്ലാം കൊണ്ട് എക്സ്പീരിയൻസ് ആയി. ഓ, എക്സ്പീരിയൻസ് ആയി. ഇഗ്വാനയായി, തേളായി. അനാക്കോണ്ടുണ്ടോ അവിടെ? ഇല്ല. അവിടെ നിൽക്കാൻ കൊണ്ടുവരണ്ടോട്ടെ. ഇനി കേസ് നമുക്ക് കളിയും കാര്യങ്ങളൊക്കെ വിട്ട് നമുക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കാണാം. എന്താ കമോൺ.